നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഞ്ചതന്ത്രം കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഭരണാധികാരികൾ അറിഞ്ഞിരിക്കേണ്ട 5 തന്ത്രങ്ങൾ പഠിക്കുന്നതിനു വേണ്ടി, രാജകുമാരന്മാരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി മഹാഗുരുവായ സോമശർമാവ് പറയുന്ന കഥകളാണിവയൊക്കെ. ഇതിൽ ആദ്യത്തെ തന്ത്രം മിത്രഭേദം. ആ തന്ത്രത്തിൽ മിത്രങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാനും കൂട്ടുകൂടാനും കൂട്ടുകാരൻ്റെ ചതി കാത്തു നിൽക്കാനും കൂട്ടുകാരനെ ചതിക്കാനും അങ്ങനെയുള്ള മിത്രങ്ങളായിട്ടുള്ള ഒരു ചർച്ചയാണ് ഈ മിത്രഭേദം എന്ന കഥയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ഇനി ഇതിൽ കരടകൻ ദമനകൻ 2 പേരാണ് മന്ത്രിമാർ, പിങ്കളൻ എന്ന സിംഹത്തിൻ്റെ. ഈ ദമനകനാണ് ആദ്യം കഥകളൊക്കെ പറഞ്ഞ് കരടകനോട് പറഞ്ഞ് മനസ്സിലാക്കാതെ ഈ രാജാവിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള നമ്മൾ കൊണ്ടുവന്നാക്കിയ സഞ്ജീവകൻ എന്ന കാളയുടെയൊക്കെ കഥകളാണ്. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പറയുന്നു ദമനകനോട് കരടകൻ കഥ പറഞ്ഞു തുടങ്ങി. കരടകൻ പറഞ്ഞ കഥ ഏറ്റവും പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ദുഷ്ടബുദ്ധി, അസാമാന്യ അതിസാമർത്ഥ്യം, ദുസ്സാമർത്ഥ്യം കാണിക്കുന്നവർക്ക് സ്വന്തം നഷ്ടം ഉണ്ടാകുമെന്ന് മാത്രമല്ല, സ്വയം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ പോട്ടെ, വംശം തന്നെ മുടിഞ്ഞു പോകും എന്നുള്ള ഉദാഹരണമായിട്ട് ദുഷ്ടബുദ്ധിയുടെയും പിതാവിൻ്റെയും ഒക്കെ കഥ കരടകൻ ദമനകനോട് പറഞ്ഞു. അപ്പോൾ ദമനകൻ പറഞ്ഞു, അത് എപ്പോഴും അങ്ങോട്ട് ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല. സംഗതി വെച്ചപ്പോൾ ഇവിടെ മരപ്പൊത്തിനകത്തേക്ക് തീയിട്ടപ്പോൾ ദുഷ്ടബുദ്ധിയുടെ അച്ഛൻ മരിച്ചു. പിന്നീട് ഉണ്ടായ ആപത്തിൽപ്പെട്ട് ദുഷ്ടബുദ്ധിയും മരിച്ചു. അങ്ങനെ കുലം മുടിഞ്ഞു എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ പറഞ്ഞു, അതെ, നമ്മളോട് ഇങ്ങോട്ട് ഷാഠ്യം പിടിക്കുന്നവന് ഷഠനോട് ഷാഠ്യം തന്നെ വേണം. ഇങ്ങോട്ട് എങ്ങനെ ഇടപെടണം അതുപോലെ തന്നെ നമ്മൾക്ക് കരുതിയിരിക്കണം ശത്രുക്കളെ. ഒരിക്കലും ശത്രുക്കളെ ചെറുതായി കാണരുത്. ആഴമറിയാത്ത ഒരു വെള്ളത്തിൽ, ജലാശയത്തിൽ നമ്മൾ ഇറങ്ങാനേ പാടില്ല. ഇതിന് ആഴം എത്രയുണ്ടെന്ന് അറിയില്ലല്ലോ. നേരെ മറിച്ച് നമുക്ക് പരിചയമുള്ള ഏറിയാൽ ഇതിന് ഇത്രയേ ആഴമുള്ളൂ, 2 ആൾക്ക് വെള്ളയുള്ളൂ, 4 ആൾക്ക് വെള്ളയുള്ളൂ, ചളിയാണ് അടിയിൽ, അങ്ങോട്ട് പോകാൻ പാടില്ല ഇന്ന ഭാഗം തൊട്ട് എന്നൊക്കെ അറിയാവുന്ന ജലാശയങ്ങളിൽ മാത്രമേ ഇറങ്ങാവൂ. പായലുള്ള ജലാശയത്തിൽ ഇറങ്ങിയാൽ നമ്മൾ താഴ്ന്ന് മുങ്ങാങ്കുഴി ഇട്ട് പോയാൽ പിന്നെ പൊങ്ങാൻ പറ്റില്ല, പായലിൻ്റെ അടിയിൽ പോകും. ഇതുപോലെയാണ് മിത്രങ്ങളുമായിട്ട് ഇടപെടുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരു കുട്ടി ഇരുമ്പ് തിന്ന കഥ, ആ ഒരു കഥ കരടകൻ ദമനകനോട് പറയുകയാണ്. നിനക്കറിയാമോ, ഈ ഷാഠ്യമുള്ളവരെക്കാൾ ഷാഠ്യം തന്നെ വേണം അവർക്ക്, ഷാഠ്യക്കാരോട്. പണ്ട് 1000 തുലാം ഇരുമ്പ് എന്ന് പറഞ്ഞാൽ അറിയുമല്ലോ, നമ്മളെ വാക്കത്തിയും പിച്ചാത്തിയൊക്കെ ഉണ്ടാക്കണേ ചീഞ്ചട്ടിയൊക്കെ ഉണ്ടല്ലോ ഇരുമ്പിൻ്റെ, നല്ല കനമുള്ള ഭാരമുള്ളൊരു ലോഹമല്ലേ ഇരുമ്പ്. 1000 തുലാം ഇരുമ്പ് എലി തൻ്റെ വായിലാക്കി, എലി തിന്നു എന്നങ്ങോട്ട് പറഞ്ഞു. ഇരുമ്പാണ്, കടിച്ചാൽ പൊട്ടില്ല, തിന്നാൻ പറ്റില്ല. അതും ഒരു എലി 1000 തുലാം, വലിയൊരു തുകയാണത്, വലിയ അളവാണ് ഇരുമ്പിൻ്റെ. അത് എലി തിന്നു എന്നുള്ളതിന് എലി തിന്ന തൻ്റെ വായിലാക്കിയിട്ട് അങ്ങനെയുള്ളൊരു ദിക്കിൽ പരുന്ത് കച്ചവടക്കാരൻ്റെ മകനെ പിടിച്ചുകൊണ്ടുപോയി എന്ന് പരുന്ത് കച്ചവടക്കാരൻ്റെ റാഞ്ചി കൊണ്ടുപോയി എന്നുള്ളതും ഒരു കഥ തന്നെയാണ്. ഈ കഥ ഞാനിന്ന് നിന്നോട് പറയാം എന്ന് പറയാണ്. അങ്ങനെ കരടകൻ ദമനകനോട് പറയുന്ന കഥയാണ് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത്. കുട്ടിയും ഇരുമ്പ് കട്ടിയും, അതാണ് ഈ കഥയുടെ പേര്. പണ്ടൊരു നഗരത്തിൽ ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. അയാൾ തൻ്റെ സുഹൃത്തുക്കളെ വിശ്വസിച്ചു. അതിന് 50 ഭാരം ഇരുമ്പ് സൂക്ഷിക്കാൻ കൊടുത്തു. ഈ കച്ചവടക്കാർ 2 പേരും അടുത്തടുത്താണ്, കൂട്ടുകാരാണ്. അപ്പോൾ ഒരാൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നപ്പോൾ സുഹൃത്തായ മറ്റേ 2ാമത്തെ കച്ചവടക്കാരൻ്റെ കയ്യിൽ 50 ഭാരം ഇരുമ്പ് സൂക്ഷിക്കാൻ, ഞാൻ വന്നിട്ട് തിരിച്ച് വാങ്ങിച്ചോളാം, ഒന്ന് വീട്ടിൽ സൂക്ഷിച്ച് വെക്കണം കേട്ടോ എന്നും പറഞ്ഞ് കൊടുത്തു. കച്ചവടത്തിന് വേണ്ടി തെക്കൻ ദിക്കിലേക്ക് പോയി. അയാൾ പോയി, 1ാമത്തവൻ. 2ാമത്തവൻ സൂക്ഷിച്ചു, ഇരുമ്പൊക്കെ സൂക്ഷിച്ചു. അയാൾ താൻ പണ്ട് സൂക്ഷിക്കാൻ കൊടുത്ത ഇരുമ്പ് അയാൾ സ്നേഹിതനോട് മടക്കി വാങ്ങിച്ചോളാമെന്ന് പറഞ്ഞു. തിരിച്ചു വരുമ്പോൾ കുറേ നാൾ കഴിഞ്ഞു,
10 മാസം കഴിഞ്ഞു. 10 മാസം കഴിഞ്ഞേച്ച് അയാൾ തെക്കന്തിക്ക് പോയി കച്ചവടമൊക്കെ ചെയ്ത് കാശൊക്കെ ഉണ്ടാക്കി തിരിച്ചു വന്ന് സുഖവിവരമൊക്കെ അന്വേഷിച്ച് അയൽപ്പക്കത്ത് ചെന്ന് സുഖവിവരമൊക്കെ പുതുക്കി. ഇപ്പോൾ എല്ലാവരും സുഖമായിരിക്കണോ, അയാൾ ഇങ്ങോട്ട് ചോദിച്ചു എവിടെയൊക്കെ പോയി, കാശ് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ പോകുമ്പോൾ ഒരു 50 ഭാരം ഇരുമ്പ് സൂക്ഷിക്കാനായിട്ട് തന്നെ ഏൽപ്പിച്ചിരുന്നല്ലോ, ആ ഇരുമ്പ് ഇപ്പോൾ എനിക്ക് തിരിച്ച് കിട്ടിയാൽ കൊള്ളാം എന്ന് വിനയത്തോടെ അറിയിച്ചു. അപ്പോൾ ഈ ഇരുമ്പ് മേടിച്ച് വെച്ച രണ്ടാം കച്ചവടക്കാരൻ പറയണം, എടോ ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ എനിക്ക് എൻ്റെ വീട്ടിൽ എലിയുടെ ശല്യമുണ്ടെന്ന്. ഞാൻ പണ്ടും പറയാറുണ്ട്, നമ്മൾ തമ്മിൽ വല്ല വർത്താനം പറയുമ്പോൾ എലിയുടെ പൊറുതി കേട്, എലി കാരണം പൊറുതി കേട്ടു, ഒരു തുണി ഇട്ടാൽ കിട്ടില്ല, എലി കണ്ടിക്കും, എന്തൊരു ഭക്ഷണ സാധനങ്ങൾ ചേനയും കപ്പയും കാര്യങ്ങളും ഒക്കെ എലി മാന്തി കൊണ്ടുപോകും എന്നുള്ള എലിശല്യം ഞാൻ തന്നോട് പറയാറുള്ളത് താൻ ഓർക്കുന്നില്ലേ. അപ്പോൾ സ്നേഹിതൻ കയ്യും അലർത്തി, എന്ത് പറയാനാ, ആ ഇത് കിട്ടിയാൽ തിരക്കിടില്ല എന്ന് പറഞ്ഞപ്പോൾ കയ്യും അലർത്തി, ഞാൻ എന്ത് പറയാനാ, ഞാൻ തന്നോട് പറയാറില്ലേ, പണ്ടും പറയാറില്ലേ എൻ്റെ വീട്ടിൽ ഒരുപാട് എലിയുടെ ശല്യം വളരെ ഉണ്ടെന്ന്. എന്ത് ചെയ്യാം, ഇരുമ്പെല്ലാം എലി തീർത്തു. കായും ചേനയും ചേമ്പും ഒക്കെ ഇരിക്കണമായിരുന്നു, അതൊക്കെ തിന്നണ പോലെ കരണ്ട് താൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച 50 ഭാരം ഇരുമ്പ് മുഴുവനും തീർത്തു. എലി അപ്പോൾ ഇയാൾ ഞെട്ടിപ്പോയി, എലി തിന്നെ ഇരുമ്പ് കടിച്ചാൽ പൊട്ടു ചങ്ങാതി, എന്താ ഈ പറയണേ, എലിയുടെ ബലിയിൽ അതിന് മാത്രം മൂർച്ച പറ്റിയിട്ടുണ്ടോ, എലി തിന്നെ ഇരുമ്പ്, വിശ്വസിക്കാൻ പറ്റാത്ത പോലെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇരുമ്പ് എലി തിന്നെ. അത് കഴിഞ്ഞപ്പോൾ മനസ്സിൽ വിചാരിച്ചു, ഇപ്പൻ മഹാദുഷ്ടം തന്നെയാണല്ലോ, എന്നോട് ഇവൻ വിശ്വാസവഞ്ചന ചെയ്യല്ലേ ചെയ്തത്, ഞാൻ സൂക്ഷിക്കാൻ കൊടുത്ത മുതലല്ലേ, ഇവനെ വിശ്വസിച്ചിട്ടല്ലേ ഞാൻ എൻ്റെ ഇരുമ്പ് സൂക്ഷിക്കാൻ കൊടുത്തത്, അവനെന്നിട്ട് അവൻ്റെ വീട്ടിലത്തെ എലി എൻ്റെ ഇരുമ്പ് തിന്നു പറയണം, എന്തൊരു വലിയ ചതിയത് എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താ കാര്യം, കച്ചവടക്കാരൻ മടങ്ങിപ്പോന്നു. എലി തിന്നു കഴിഞ്ഞാൽ ഇരുമ്പ് പിന്നെ എവിടുന്ന് കിട്ടാൻ, അയാൾ തോറ്റ് തുന്നം പാടി നഷ്ടം വരുത്തി നഷ്ടപ്പെട്ടു എന്ന് തന്നെ ഉറപ്പിച്ച് തിരിച്ചു പോന്നു. അടുത്തൊരു ദിവസം സുഹൃത്തിൻ്റെ പുത്രൻ കുളിക്കാൻ പോവുകയാണ്. അതായത് നമ്മുടെ ഇരുമ്പ് തിന്നണ എലി ഉള്ള വീട്ടിലെ ആ വീട്ടുടമസ്ഥൻ്റെ മകൻ കുളിക്കാൻ പോവുക. കച്ചവടക്കാരൻ ഉടൻ തന്നെ ചെന്നു. അത്രയ്ക്ക് പ്രായമൊന്നുള്ള കുട്ടിയല്ല, വേഗം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് നോക്കി പരിസരം, വേറെ ആരുമില്ല, കുട്ടി തന്നെത്താനെ പോണേ അടുത്തുള്ള കുളത്തിലേക്ക് കുളിക്കാനാ. ഈ രണ്ടാമൻ കച്ചവടക്കാരൻ എന്ത് ചെയ്തു എന്നറിയാമോ, ഓടിയാൽ പോയി മിണ്ടാണ്ട് അവനെ പിടിച്ച് കൊണ്ടുവന്ന് ഗൂഢമായിട്ട് തൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു മുറിയിലിട്ടങ്ങോട്ട് പൂട്ടി. എന്നിട്ടോ അവൻ്റെ അച്ഛൻ മകനെ കാണാണ്ട് ഇങ്ങനെ കുളിക്കാൻ പോയ കുട്ടിയെ 10 പ്രാവശ്യം കുളിച്ച് വരണ നേരം കഴിഞ്ഞു, ഇതുവരെ വന്നിട്ടില്ല. എന്തൊരു കഷ്ടം. എല്ലാവരും ചങ്ങാതി നിൻ്റെ ഓരോരുത്തരോടും കാണുന്നവരോടൊക്കെ ചോദിച്ചു, എൻ്റെ മകനെ കണ്ടോ കുളിക്കാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയതാ, നേരെ ഒരുപാടായി, ഇപ്പോൾ കുളത്തിലും ഇല്ല, കുളക്കടവിലും ഇല്ല, ഒന്നുമില്ല, വഴിക്കൊന്നും കാണാനില്ല, കുട്ടിയെ നിങ്ങളാരും കണ്ടോ എന്ന് ചോദിച്ചു. ഇയാളിങ്ങനെ അന്വേഷിച്ച് കിടന്നു. ഈ ചങ്ങാതിയോടും ചോദിച്ചു, എടോ താൻ എൻ്റെ മകനെ കണ്ടോ. ഉടൻ തന്നെ ഈ കച്ചവടക്കാരൻ ഒന്നാമൻ പറഞ്ഞു, ഞാൻ കണ്ടു കേട്ടോ, ഞാൻ തന്നോട് പറയാനിരിക്കുമായിരുന്നു ചങ്ങാതി, ഒരു കാഴ്ച ഞാനൊന്ന് കണ്ടു. നിൻ്റെ മകനെ കാണാഞ്ഞ് ഒരു പരുന്ത് വന്ന് റാഞ്ചി എടുത്തുകൊണ്ട് പോകണം ഞാൻ കണ്ടു. പരുന്ത് കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ റാഞ്ചി കൊണ്ടുപോകണം കണ്ടിട്ടില്ലേ. അമ്മ കോഴിയുടെ പരുന്തിൻ്റെ ചിറകടി ശബ്ദം കരച്ചിൽ കേൾക്കുമ്പോഴേക്കും തീറ്റ ചിക്കിപ്പാഞ്ഞ് നടക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൂടി തള്ളക്കോഴി അപ്പോഴേക്കും അങ്ങോട്ട് അങ്ങോട്ട് കൂവും, കൊക്കരക്കോന്നങ്ങോട്ട്. അപ്പോൾ ചിറകങ്ങോട്ട് പൊക്കി നിൽക്കും. അപ്പോഴേക്കും കുഞ്ഞുങ്ങളൊക്കെ ഓടി വന്ന് ചിറകിൻ്റെ അടിയിൽ അങ്ങോട്ട് ഓടിക്കും. ഈ കോഴി അങ്ങനെ താഴ്ന്ന് അവിടെ ഇരിക്കും. നോക്കുമ്പോൾ എന്താ, പരുന്ത് വന്ന് താഴ്ന്നു പറന്ന് കോഴിക്കുഞ്ഞിനെ റാഞ്ചി കൊണ്ടുപോവുക. റാഞ്ചി എന്ന് പറഞ്ഞാൽ പരുന്തിൻ്റെ കാലുകൊണ്ട് ഇങ്ങനെ എടുത്ത് പൊക്കി അങ്ങോട്ട് കൊണ്ടുപോവുക. അതിന് വേണ്ടി ശ്രമിക്കും. ഒറ്റ കുഞ്ഞിനെ കാണില്ല, തള്ളക്കോഴിയുടെ ചിറകിനടിയിൽ ഒളിക്കും. എന്നതുപോലെ പരുന്ത്
കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചി എടുത്തുകൊണ്ട് പോകുന്ന പോലെ നിൻ്റെ മകനെ ഒരു പരുന്ത് വന്ന് റാഞ്ചി കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഇയാൾ ചോദിച്ചു, 10-18 വയസ്സുള്ള എൻ്റെ മകനെ പരുന്തെടുത്ത് പൊക്കിയോ? എന്തെന്നീ പറയണേ? ഇതൊക്കെ നടപ്പുള്ള കാര്യമാണോ? പറയണേനും വേണ്ട ഒരു കണക്കൊക്കെ. ഇയാൾക്ക് മനസ്സിലായി തൻ്റെ മകനെ കച്ചവടക്കാരൻ പിടിച്ചു കൊന്നു എന്ന് തന്നെ വിചാരിച്ചു. രാജാവിനോട് ചെന്ന് അവലാതിപ്പെട്ടു. മഹാരാജാവേ, ഒരു കാര്യമുണ്ട്. ഇയാൾ കണ്ടു എന്നാണ് പറയണേ. 10-18 വയസ്സുള്ള കുട്ടിയാണ് എൻ്റെ മകൻ. അവൻ കുളിക്കാൻ പോയിട്ട് വരാണ്ട് ഞാൻ അന്വേഷിച്ച് കാണുന്നവരോടൊക്കെ ചോദിച്ചു. ഇവനോട് ചോദിച്ചു, ഇവൻ പറയാം പരുന്ത് റാഞ്ചി കൊണ്ടോണം അയാൾ കണ്ടു എന്നാണ് പറയണത് എന്ന് പറഞ്ഞു. രാജാവ് സ്നേഹിതൻ്റെ മകനെ കൊത്തി പറന്നുപോയെന്ന് അയാൾ ധൈര്യം വിടാതെ പറഞ്ഞു. ആര് ചോദിച്ചപ്പോൾ ഒന്നേ അയാളുടെ മകനെ പരുന്ത് റാഞ്ചി കൊണ്ടുപോകണം ഞാൻ കണ്ടു എന്ന് വീണ്ടും ചോദിക്കണവരോടൊക്കെ പറഞ്ഞു ആ കച്ചവടക്കാരൻ. ഇങ്ങനെ സംഭവിക്കില്ല എന്ന് കേൾക്കണവരോട് എന്താട്ടോ താൻ ഈ പറയണേ? 10-18 വയസ്സുള്ള കുട്ടിക്ക് ഏറി വന്ന 10-30 കിലോ ഭാരമുണ്ട്. 10-30 കിലോ ഭാരം എടുത്തു പൊക്കി പറന്നു പോവാൻ അത്രയ്ക്ക് ശക്തിയും കരുത്തുള്ള പരുന്തേത്? അങ്ങനെ പരുന്തുകളൊന്നുമില്ല. അയാൾ പറഞ്ഞു അത് സംഭവം സത്യമാണ് എന്ന് തന്നെ വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു. രാജാവിനും മന്ത്രിമാർക്കും കാര്യം പിടികിട്ടി. അതെന്താ ഈ പറയണേ? വീണ്ടും ചോദിച്ചു, താൻ കണ്ടതാണോ? നേരാണോ പറയണേ? അത് വെറുതെ പറയാണോ? ഒന്നുമല്ല തിരുമനസ്സേ, മഹാരാജാവ് തിരുമനസ്സേ, അങ്ങ് വിശ്വസിക്കണം. ഇരുമ്പ് തിന്നുന്ന എലികളുള്ള നാട്ടിൽ 10-20 വയസ്സുള്ളൊരു കുട്ടിയെ പരുന്തിന് റാഞ്ചി കൊണ്ടുപോകാൻ പറ്റും? തനെന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറയണം. അല്ല, ഇരുമ്പ് കരണ്ട് തിന്നാൻ പറ്റുന്ന എലികളുണ്ട് ഈ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ. അപ്പോൾ പിന്നെ ഇവിടെ 10-30 കിലോ ഭാരം വരുന്നൊരു കുട്ടിയെ റാഞ്ചി കൊണ്ടുപോകാൻ കരുത്തുള്ള പരുന്തും ഉണ്ടാകാം. പരുന്തുണ്ടാവും. ഞാൻ കണ്ടത് പരുന്ത് റാഞ്ചണത് എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ഉറപ്പിച്ചുകൊണ്ട് രാജാവിനും മന്ത്രിക്കും കാര്യം പിടികിട്ടി. ഇതിലെന്തോ കൊള്ളത്തരണ്ട്, അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ പറയില്ല. അവർ രണ്ടുപേരും 1000 തുലാം ഇരുമ്പ് കട്ടെടുത്തത് ഉടൻ തന്നെ കൊണ്ടുവരാൻ രാജാവ് കൽപ്പിച്ചു. പറഞ്ഞു, എന്താ കാര്യം? ഇയാളെന്താ ഈ ഇരുമ്പിൻ്റെ കാര്യം ചോദിക്കണം? അപ്പോൾ പറഞ്ഞു, ഞാൻ കച്ചവടത്തിന് വേണ്ടി പോയപ്പോൾ 50 തുലാം ഇരുമ്പ് കൊടുത്തു എൻ്റെ കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കാൻ. തിരിച്ച് 10 മാസം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ എന്നോട് പറഞ്ഞ് എലി കരണ്ട് തിന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള നാട്ടിൽ പിന്നെ മക്കളെയൊക്കെ പരുന്ത് റാഞ്ചില്ലേ. രാജാവിന് കാര്യം മനസ്സിലായി. ഉടൻ തന്നെ രാജാവ് ഒന്നാമത്തെ കച്ചവടക്കാരനോട് പറഞ്ഞു, താനേയാളുടെ ഇരുമ്പ് സൂക്ഷിച്ച് വെച്ചില്ലേ, എന്നിട്ട് കള്ളത്തരം പറഞ്ഞില്ലേ എലി കരണ്ട് തിന്നു എന്ന്? അത് കള്ളത്തര, എലിയൊന്നും കരണ്ടിട്ടില്ല. താൻ പറയടോ, എവിടെയാണ് ഇരുമ്പ് ഒളിച്ചു വെച്ചേക്കണേ എന്ന് പറഞ്ഞു. മന്ത്രിമാരുടെ ചാട്ടവാറ് കൊണ്ടിരാൻ വേണ്ടി അയാളൊക്കെ ശിക്ഷ നടപ്പിലാക്കാൻ തുടങ്ങി. അയാൾ വേഗം രാജാവിൻ്റെ കൽപ്പന കേട്ട് തന്നെ രാജഭടന്മാരിപ്പം നല്ല ചാട്ടവാറിന് നല്ല അടിയും കിട്ടും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇരുമ്പ് അങ്ങോട്ട് കൊടുക്കുകയും വേണം. അയ്യോ വേണ്ട, എനിക്ക് തെറ്റുപറ്റി, ഞാൻ ഇവന് ഇരുമ്പ് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതൊക്കെ എലി തിന്നു വെറുതെ പറഞ്ഞതാ എന്ന് പറഞ്ഞ് ഇതായി. പക്ഷേ രാജാവ് പറഞ്ഞു അവന് ശിക്ഷ കൊടുക്കണം. വലിയൊരു തുക, ആ ഇരുമ്പ് തിരിച്ചു കൊടുക്കാനും ഒരു തുക പിഴ കൊടുക്കാനുമായിട്ട് കൽപ്പിച്ചു. സുഹൃത്തിൻ്റെ അപ്പോൾ ആ സമയം കച്ചവടക്കാരൻ എന്ത് ചെയ്തു? ഈ കുട്ടിയെ അയാൾ പിഴയൊടുക്കി ഇരുമ്പും കൊണ്ടു കൊടുത്തു. ആ സമയം കൊണ്ട് വീട്ടിൽ പോയിട്ട് പൂട്ടിയിട്ട മുറിയിൽ നിന്നും ഒന്നാമത്തെ കച്ചവടക്കാരൻ്റെ മകനെ തിരിച്ചു കൊണ്ടുവന്ന് രാജമകനെയും കൊണ്ടുവന്ന് അച്ഛനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതാണ് കുട്ടിയും ഇരുമ്പ് കെട്ടിയും തമ്മിൽ. ഇരുമ്പ് കെട്ടി എലിക്ക് തിന്നാമെങ്കിൽ കുട്ടിയെ പരുന്തിന് റാഞ്ചുകയും ചെയ്യാം എന്നാണ്. അതായത് ഒരുത്തനെ ചതിച്ചാൽ ആ ചതിക്ക് പകരം മറ്റൊരു ചതി തന്നെയാണ് ഇങ്ങോട്ടും കിട്ടുന്നത്. അപ്പോഴേ സമാസമാവുള്ളൂ എന്നാണ് ഈ കഥയിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ കഥ ഇവിടെ തീർന്നു. ഇതോട് കൂടിയിട്ട്, അതായത് നമ്മളിപ്പോൾ ഒരു
ഒരു കഥ 19ാമത്തെ ഒരു കഥയുണ്ട്. ആ കഥയോട് കൂടിയിട്ട് മിത്രഭേദം എന്ന ആ തന്ത്രം പഠിക്കുന്നതിനുള്ള കഥകളെല്ലാം പൂർണ്ണമാവുകയാണ്. അടുത്ത കഥ 19ാമത്തെ കഥയാണ്. മിത്രഭേദം എന്ന തന്ത്രം പഠിക്കുന്നതിലെ ആ വിഭാഗത്തിലെ അവസാനത്തെ കഥയുമാണ്. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. പഞ്ചതന്ത്ര കഥകൾ നമ്മുടെ നാടിൻ്റെ സമ്പത്താണ്, കഥാസാഗരത്തിലെ സമ്പത്താണ്. അതുകൊണ്ട് ഈ കഥകൾ കേൾക്കണം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. സാമർത്ഥ്യം, അതിസാമർത്ഥ്യം, ശാഠ്യം, ശഠൻ, ഈ വക കാര്യങ്ങൾ, ദുസ്സാമർത്ഥ്യങ്ങൾ എല്ലാം മനസ്സിലാക്കട്ടെ നമ്മുടെ കുട്ടികൾ. എല്ലാവരും ഈ കഥ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കൂ. ഇരുമ്പും കുട്ടിയും. നന്ദി, എല്ലാവർക്കും നന്ദി.